ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യ ടെക് ബോയ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ്. സാധാരണ നമ്മൾ ബാംഗ്ലൂർ പോലുള്ള മെട്രോ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ 3 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് ട്രെയിനിൽ പോകാൻ, ഒന്ന് ബസ്, ഒന്ന് ഫ്ലൈറ്റ്. ഇങ്ങനെ 3 ഓപ്ഷനാണ് നമുക്കുള്ളത്. വേറെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാക്സി വിളിച്ച് പോകാം. പക്ഷേ ടാക്സി വിളിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം 6000 രൂപ 5000 രൂപയാണ് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലേക്ക് ടാക്സി വിളിക്കാൻ. ഞാനിന്ന് ഷെയർ ചെയ്യുന്ന ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും 1000 രൂപയ്ക്ക് താഴെ ചെലവിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ പോലുള്ള വലിയ നഗരങ്ങളിലേക്ക് സുഖമായിട്ട് കാറിൽ യാത്ര ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇങ്ങനെ അമർത്തിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ യൂട്യൂബിൽ ലഭിക്കുകയുള്ളൂ. ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ലൊക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഞാനിതിൽ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ആപ്പിൻ്റെ ആദ്യ പേജിലേക്കാണ് പോവുക. ഇതിൽ നമ്മളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ഇതിൽ സൈൻ ഇൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്താൽ മതിയാവുന്നതാണ്. ഞാനിതിൽ എൻ്റെ ഫേസ്ബുക്ക് ID വെച്ച് ഇതിൽ സൈൻ ഇൻ ചെയ്തതിനു ശേഷം ഇതിൽ കണ്ടിന്യൂ കൊടുത്തു. ഇനി കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ പേജിലെത്തും. ഈ മെയിൻ പേജിലാണ് നമുക്ക് കാർ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുക. ഇതിൽ റൈറ്റ് സൈഡിലുള്ള ഹിസ്റ്ററി എടുത്താൽ നമ്മൾ മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. ഏത് കാറിലാണ് പോയത് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കും. നമുക്കിനി ഒരു റൈഡ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫൈൻഡ് എ റൈഡ് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. അതിൽ ഡിപ്പാർച്ചർ സിറ്റി എൻ്റർ ചെയ്യുക. നമുക്ക് എവിടെ നിന്നാണോ കയറേണ്ടത് ആ സ്ഥലം കൊടുത്തതിന് ശേഷം എങ്ങോട്ടാണോ നമുക്ക് പോവേണ്ടത് എന്നുള്ള സ്ഥലം നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യണം. ഞാനിതിൽ ബാംഗ്ലൂർ കൊടുത്തു. ഇനി ട്രാവലിംഗ് ഡേറ്റ്, നമുക്ക് ഏത് ഡേറ്റിലാണോ ട്രാവൽ ചെയ്യേണ്ടത് ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഡേറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് സമയത്താണോ പോവേണ്ടത് എന്നുള്ള സമയം കൊടുത്തു. ഞാൻ 8 മണി ഇതിൽ എൻ്റർ ചെയ്തു. ഇനി നമ്പർ ഓഫ് സീറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്യണം. നമുക്ക് എത്ര സീറ്റ്സ് ആണോ വേണ്ടത് ആ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. ഞാനിതിൽ 2 സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും റൈഡ്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാണിക്കും. ഇല്ലെങ്കിൽ നോ റൈഡ്സ് അവൈലബിൾ എന്നാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുത്തു. ഇങ്ങനെ ഡേറ്റ് മാറ്റി കൊടുത്ത് നമ്മൾ ഒന്നും കൂടി സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും റൈഡ്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ലിസ്റ്റിൽ കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ 22-ാം തീയതി 8 മണിക്ക് ശേഷം 3 ആൾക്കാരാണ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഏത് സീറ്റ് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം. ആദ്യം 1250-ൻ്റെ ഒരു വണ്ടിയുണ്ട്, രണ്ടാമതായിട്ട് 1000-ൻ്റെ വണ്ടി, മൂന്നാമത് 894. ഞാനിതിൽ 1250-ൻ്റെ വണ്ടി സെലക്ട് ചെയ്തു. രഞ്ജു എന്ന ആളാണ് ഈ റൈഡ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. കാറിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ട് എന്നും എന്തൊക്കെ അവൈലബിൾ ആണ് എന്നും എന്തൊക്കെ അലൗഡ് അല്ല, എന്തൊക്കെ അലൗഡ് ആണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വണ്ടി ഏതാണ് എന്നുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യണം. ഞാനിത് സെലക്ട് ചെയ്തു, കൺഫേം ചെയ്തു. ഇനി യാത്രയുടെ സമയമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അല്ലാതെ ആ റൈഡ് നമുക്ക് ഓഫർ ചെയ്യുന്ന ആളുടെ ഫോൺ നമ്പർ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. യാത്രയുടെ ഡേറ്റിന് അന്ന് നമുക്ക് അയാൾക്ക് വിളിച്ചിട്ട് സ്ഥലവും ലൊക്കേഷനും എല്ലാം വിളിച്ച് കൺഫേം ചെയ്യാം. നമ്മളിനി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ ഒരാൾക്ക് റൈഡ് ഓഫർ ചെയ്യാം. പിന്നെ നമ്മൾ റൈഡ് ഓഫർ ചെയ്ത് അയാളുമായിട്ട് സീറ്റ് ഷെയർ ചെയ്ത് അയാളിൽ നിന്ന് നമുക്ക്
കാശ് വാങ്ങാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഒരു റൈഡ് ഓഫർ ചെയ്യാമെന്നുള്ള ഇത് ഞാൻ കാണിക്കാം. ആപ്പിലുള്ള ഓഫർ റൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പോകാനുള്ള സിറ്റിയും നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത് എന്നുള്ള സിറ്റിയും നമ്മൾ സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൺഫേം അടിക്കണം. ഇങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റ് പിക്ക് ചെയ്യുക. ഡേറ്റ് പിക്ക് ചെയ്തതിന് ശേഷം സമയം പിക്ക് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഫെസിലിറ്റീസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം യെസ് ഷുവർ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈടാക്കാൻ പറ്റുന്ന ഒരു റേറ്റ് അവർ കാണിക്കും. ഈ റേറ്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഈ റേറ്റ് നമുക്ക് ഓക്കെ അല്ലെങ്കിൽ ഐ ഡോണ്ട് അഗ്രി എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റേറ്റ് കൂട്ടി ചാർജ് ചെയ്യാം. നമ്മൾ ഏത് ഡേറ്റിലാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ അടിക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ അയാളെ പിക്ക് ചെയ്യുന്ന സമയം കൂടി എൻ്റർ ചെയ്യുക. ഈ ആപ്പിൽ നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിത് വെരിഫൈ ചെയ്യണം. ഇമെയിൽ ID വെച്ചിട്ടും നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടും ഇതിൽ വെരിഫൈ ചെയ്യണം. പിന്നെ നമ്മളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ വളരെ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇത്. ആപ്പിൽ നമ്മൾ കാർ ഷെയർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ധാരാളം റിസ്കുകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരാളുമായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് ഒരു റിസ്ക്. ആപ്പിൽ നിന്ന് ഉള്ള ഡീറ്റെയിൽസ് അല്ലാതെ ഈ കാർ ഷെയർ ചെയ്യുന്ന വ്യക്തിയുടെ യാതൊരു ഡീറ്റെയിൽസും നമുക്കറിയില്ല. അത് വലിയൊരു റിസ്ക് തന്നെയാണ്. ഡ്രോബാക്സ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ബ്ലാബ്ലാകാർ. എന്താണെന്ന് വെച്ചാൽ 500 രൂപക്കൊന്നും ഒരിക്കലും നമുക്കൊരു കാറിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 500 രൂപയ്ക്ക് വരെ ബാംഗ്ലൂരിലേക്ക് റൈഡ് അവർ ഓഫർ ചെയ്യും. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.